വടകര നഗരസഭ 7-ാം വാർഡിൽ കോൺഗ്രസിന് തലവേദനയായി സ്വതന്ത്ര സ്ഥാനാർത്ഥി. വാർഡിൽ UDF സ്ഥാനാർത്ഥി കെ സുനിൽകുമാറിനെതിരെ UDF പ്രവർത്തകൻ സുരേഷ് ബാബുവാണ് മത്സരിക്കുന്നത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര നഗരസഭ 7-ാം വാർഡിൽ UDF RMPI സ്ഥാനാർത്ഥി കെ സുനിൽകുമാറിനെതിരെ സുരേഷ് ബാബു സ്വതന്ത്രനായി മത്സരിക്കും. പാർട്ടിയുടെ സജീവ പ്രവർത്തകർ വാർഡിലിരിക്കെ എല്ലാവരെയും അവഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെയാണ് സുരേഷ് ബാബു മത്സരത്തിന് ഇറങ്ങുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലമായി പാർട്ടിയിൽ അതീവ സാന്നിധ്യമായി പ്രവർത്തിച്ചിട്ടും തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതായും തുടർച്ചയായി ഒരു കുടുംബത്തിൽ നിന്നുള്ളവർ മത്സരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വടകര വടക്കാത്തൊരു വാർഡിലെ 7-ാം വാർഡിൽ സ്വതന്ത്രനായാണ് ഞാൻ മത്സരിക്കുന്നത്. ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ സുനിൽകുമാറാണ് മത്സരിക്കുന്നത്. അവരുടെ ജ്യേഷ്ഠനും അനുജനും മത്സരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കുടുംബാധിപത്യത്തിനെതിരെയാണ് എൻ്റെ ഈ നോമിനേഷൻ. കുടുംബം മാത്രമാണ് അവിടെ മത്സരിക്കുന്നത്. പ്രവർത്തകന്മാർക്കൊന്നും വിട്ടുകൊടുക്കാതെ അവർക്ക് മാത്രം സജീവ പ്രവർത്തകർ ആ വാർഡിലിരിക്കെ അവർക്ക് മാത്രം മത്സരിക്കാനുള്ള ഒരു അവകാശമായി മാറ്റിയിരിക്കുകയാണ് അവർ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ അവർക്കെതിരായി നോമിനേഷൻ സമർപ്പിക്കാൻ തീരുമാനിച്ചത്. ഞാൻ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിട്ട് 10-25 വർഷമായി. ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശ്രീമാൻ മുരളീധരൻ, ശ്രീമാൻ ഷാഫി പറമ്പിൽ, KK രമ, കൂടാതെ എൻ്റെ വാർഡിലെ 6ഓളം കൗൺസിലർമാർ എന്ന് വെച്ചാൽ ഒരു 30 വർഷം, അത്ര വർഷത്തോളമായി ഞാൻ ഈ കോൺഗ്രസിനെ തെരുവിലുള്ള വാർഡ് പ്രസിഡൻ്റായും ബൂത്ത് പ്രസിഡൻ്റായും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും എല്ലാ വിഭാഗങ്ങളെയും അവർ അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ സ്ഥാനാർത്ഥിത്വം എനിക്ക് നിഷേധിച്ചത്. നിലവിൽ ഞാനിപ്പം അവിടുത്തെ ബൂത്ത് പ്രസിഡൻ്റാണ്. വാർഡ് പ്രസിഡൻ്റ് സ്ഥാനം ഒഴിയാൻ പറഞ്ഞു, ഞാൻ ബൂത്ത് പ്രസിഡൻ്റാക്കി. ബൂത്ത് പ്രസിഡന്റ് ആയപ്പോഴാണ് ഈ ഷാഫി പറമ്പിൽ, KK രമ MLAയുടെയൊക്കെ നേതൃത്വത്തിനും അവരുടെ നേതൃത്വത്തിനും ഞാൻ ആ വാർഡിൽ വെച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ പല ആളുകളും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചതാണ്. പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചാലും കൊടുക്കാൻ ഞാനാണ് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.